പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുമ്പസാരത്തിന് വരുന്ന യുവജനങ്ങളോട് തിരിച്ച് ചിലപ്പോഴൊക്കെ ഒരു ചലഞ്ച് ചെയ്യാറുണ്ട്. ഇതൊക്കെ മിക്കവാറും ആവർത്തിക്കുന്ന തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ സമ്മതിക്കുന്നുണ്ട്. ശരിയാണച്ചോ, മിക്കവാറും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് എന്താ മാറ്റാത്തെ? ചോദ്യത്തിന് മുൻപിൽ അവർക്ക് ഉടനെ ഉത്തരവുണ്ട് വെച്ചാൽ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നടക്കണില്ല. എന്ത് ശ്രമമാണ് നടത്തിയിരിക്കുന്നതെന്നുള്ള അടുത്ത ചോദ്യത്തിന് മുൻപിൽ അവരിങ്ങനെ ഒന്ന് പകച്ചു നിൽക്കുന്നുണ്ട്. എന്ത് ശ്രമമാണ് നടത്തിയേക്കണേ? ചില തെറ്റുകളിൽ നിന്ന് പുറത്തു കടക്കാൻ, ചിലത് വേണ്ടെന്ന് വെക്കാൻ, ചിലതിനെ ഇങ്ങനെ മാറ്റി നിർത്താനായിട്ടുള്ള എന്ത് ശ്രമമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്? പതിയെ ഇങ്ങനെ കുറച്ചു നേരം ആലോചിച്ചിട്ട് അവർ പറയേണ്ട വെച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യാതെ ഞാനിത് വീണ്ടും ചെയ്തു പോകുന്നേ, ഒന്ന് വീണ്ടും നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കും കളിയാക്കലല്ലേ? ശരിക്കും അത് പറ്റിക്കലല്ലേ? എൻ്റെ ഈ പാപത്തിൽ നിന്ന് പുറത്തു കടക്കാനായിട്ടുള്ള ഒരു പരിശ്രമവും നടത്താതെ തമ്പുരാനെ ഞാനിതിൽ പെട്ടുപോകുന്നേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് കർത്താവിനെ പറ്റിക്കലല്ലേ എന്നുള്ളതാ ചോദ്യം. ഇന്നത്തെ സുവിശേഷം പറയണത് അതാണ്. സ്നാപക യോഹന്നാൻ്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമായിരിക്കുന്നു. ബലം പ്രയോഗിക്കുന്നവൻ ആരോ അവൻ അതിൽ പ്രവേശിക്കുന്നു. സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതാണെന്നൊക്കെ കർത്താവ് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഗുസ്തി പിടിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എളുപ്പമാണ് കുറച്ചുകൂടെ ആ കാര്യം ഒന്ന് മനസ്സിലാക്കാൻ. നമ്മളിങ്ങനെ വളരെ കൂളായിട്ട് ആരും തടയാതെ നടന്നു പോകുന്ന ഒരു വഴിയല്ല ഇത്. നമ്മളെ നേരിടാനായിട്ട് കുറച്ച് മല്ലന്മാർ നിൽക്കുന്നു. അവരുമായിട്ട് യുദ്ധം ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് കയറിപ്പോകാവുന്ന ചില വഴി, നല്ല വിശാലമായിട്ടുള്ള വഴി, പക്ഷെ അതിലിങ്ങനെ നടുവിൽ നിൽക്കുന്ന ചില മനുഷ്യരെ തടസ്സമായിട്ട് അവരെ തോൽപ്പിച്ചിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. അതിനകത്ത് കർത്താവിൻ്റെ ഒരു ഉറപ്പുണ്ട്. അത് ഇന്നത്തെ ഒന്നാമത്തെ വായന തരുന്ന വലിയൊരു ഉറപ്പാണ്. ലക്ഷക്കണക്കിന് മനുഷ്യരെ ഇങ്ങനെ ജീവിതത്തിൽ പിടിച്ചു നിർത്തിയിട്ടുള്ളൊരു വചനമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:13. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കരം പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. പിന്നെന്താ വേണ്ടേ? ഈ ലോകം മുഴുവൻ എതിർത്ത് നിൽക്കുമ്പോഴും എനിക്ക് കൂട്ടായിട്ട് ദൈവം, എനിക്ക് കൂട്ടായിട്ട് എൻ്റെ കർത്താവ്, എനിക്ക് കൂട്ടായിട്ട് ഈ സർവപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം എൻ്റെ കൂടെ നിൽക്കുമ്പോൾ, നമ്മൾ പലവട്ടം ധ്യാനിച്ചിട്ടുള്ളതാണ്. മക്കബായരോട് കർത്താവ് പറയണത് അവരായുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയം വയ്ക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ഈ പ്രപഞ്ചത്തെ തന്നെയും അങ്കുലീചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുള്ള സർവശക്തനായ ദൈവത്തിങ്കലാണ് നമ്മുടെ പ്രത്യാശ. ആ കർത്താവിലേക്കൊന്ന് പ്രത്യാശ ഏർപ്പിച്ച് അവൻ്റെ കരം പിടിച്ചൊന്ന് യുദ്ധം ചെയ്തു തുടങ്ങണം നമുക്ക്. സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് അധീനം. ബലം പ്രയോഗിക്കുന്നവൻ ആരോ അവരതിൽ പ്രവേശിക്കുന്നു. കർത്താവെ, സ്വർഗരാജ്യമെന്ന വലിയ ലക്ഷ്യത്തിന് വേണ്ടി ഏതറ്റം വരെയും ബലം പിടിക്കാൻ, പരിശ്രമം നടത്താൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ അവിടുത്തെ ആശീർവാദത്തിനായി നമുക്ക് മുന്നിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഒരൊറ്റ രാത്രിയിലെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? നമ്മളൊന്ന് പരസ്പരം പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരൊറ്റ രാത്രിയിലെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള കരുത്ത്, കർത്താവിൻ്റെ വാഗ്ദാനമനുസരിച്ചുള്ള സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ആദ്യ ചുവട് ഈ രാത്രി ആരംഭിക്കട്ടെ. സ്വർഗം നല്ലൊരു രാത്രി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ.
കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.